എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ നമ്മളിൽ പലർക്കും തെറ്റിദ്ധാരണയുള്ളൊരു പുരാതന ചരിത്ര സംഭവമാണ് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായി നമ്മൾ കേട്ടു പഠിച്ചൊരു കഥയുണ്ട്. പക്ഷെ അതിന് പിന്നിലെ യഥാർത്ഥ ഡേറ്റ എന്താണെന്ന് നമ്മളിന്ന് കണ്ടെത്തും. അപ്പോ ചരിത്രരേഖകൾ വെച്ച് ഈ വലിയൊരു മിഥ്യാധാരണയെ നമുക്കൊന്ന് പൊളിച്ചെഴുതാം. തുടങ്ങിയല്ലേ? ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ സിമ്പിളാണ്. 1. മൂസ എന്തിനാണ് കൈകൾ ഉയർത്തിയത്? 2. കൈകൾ ഉയർത്താൻ അക്കാലത്തുണ്ടായിരുന്ന 7 കാരണങ്ങൾ. 3. അമാലേക്യരുടെ ചരിത്രപരമായ ശത്രുത. പിന്നെ അവസാനം ആ കൈകൾ എങ്ങനെയാണ് ന്യായവിധിയുടെ അടയാളമാകുന്നതെന്ന് നമ്മൾ നോക്കും. ശരി, നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മൂസ എന്തിനാണ് കൈകൾ ഉയർത്തിയത്? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ആ പ്രശസ്തമായ സംഭവം തന്നെ നമുക്കാദ്യം നോക്കാം. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. ആ യുദ്ധസമയത്ത് മൂസ കൈകൾ ഉയർത്തിയത് വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നോ? അതോ ഇസ്രായേൽ ജനതയെ അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നോ? നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അല്ലേ? പക്ഷേ ശരിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നോ? നിങ്ങളുടെ പരമ്പരാഗതമായ ധാരണകളെ തിരുത്തുന്ന ഒരു കാര്യമാണിത്. ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടു പോകാം. ആ യുദ്ധസമയത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ആ സോഴ്സ് ടെക്സ്റ്റ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. വളരെ വ്യക്തമായൊരു ക്രമമുണ്ടവിടെ. താഴ്വരയിൽ യോശുവ അമാലേക്യരോട് യുദ്ധം ചെയ്യുമ്പോൾ മൂസ തന്റെ വടിയുമായി മലമുകളിലേക്ക് കയറുകയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കൈകൾ തളരുമ്പോൾ അഹരോനും ഹൂരും വന്ന് ആ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നു. ഒടുവിൽ സൂര്യാസ്തമയത്തോടെ ഇസ്രായേൽ അമാലേക്യരെ പരാജയപ്പെടുത്തുന്നു. ഇതാണവിടെ നടന്ന സംഭവവികാസങ്ങൾ. ഈ യുദ്ധം കഴിഞ്ഞ ഉടനെ അവിടെ ഒരു യാഗപീഠം പണിയുന്നുണ്ട്. യഹോവ നിസ്സി എന്നാണ് അതിന് നൽകിയ പേര്. എന്നാൽ ഇതൊരു വെറും വിജയസ്മാരകൻ മാത്രമായിരുന്നില്ല കേട്ടോ. മറിച്ച് തലമുറകളോളം അമാലേക്യർക്കെതിരെ തുടരാനിരിക്കുന്ന ദൈവികമായ ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അത്. അതായത് അമാലേക്യരുമായി എക്കാലത്തും യുദ്ധം ഉണ്ടായിരിക്കും എന്ന വളരെ സീരിയസ് ആയൊരു ഡിക്ലറേഷൻ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. കൈകൾ ഉയർത്തുന്നതിന് പുരാതന കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 7 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ പഠിക്കുന്ന സോഴ്സ് മെറ്റീരിയലുകൾ പരിശോധിച്ചാൽ ആ പശ്ചാത്തലത്തിൽ ആളുകൾ കൈകൾ ഉയർത്തിയിരുന്നത് പ്രധാനമായും ഈ 7 കാര്യങ്ങൾക്കാണ്. 1. ശപഥം ചെയ്യാൻ. 2. പ്രാർത്ഥിക്കാൻ. 3. യാഗങ്ങൾ അർപ്പിക്കാൻ. പിന്നെ കരുണയ്ക്കായി അപേക്ഷിക്കാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും കടുത്ത ദുഃഖം പ്രകടിപ്പിക്കാനും കൈകൾ ഉയർത്തിയിരുന്നു. ഏറ്റവും അവസാനമായി ഒരു കാര്യത്തോട് പൂർണ്ണമായി യോജിച്ച് ആമേനെന്ന് പറയാൻ പോലും ഈ ആംഗ്യം ഉപയോഗിച്ചിരുന്നു. അപ്പോ ഈ 7 കാരണങ്ങളും നമ്മൾ കണ്ടല്ലോ. ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ സസ്പെൻസ്. നമ്മൾ നേരത്തെ കരുതിയതുപോലെ ഈ പ്രവൃത്തി പ്രാർത്ഥനയോ അനുഗ്രഹമോ ആയിരുന്നില്ല എങ്കിൽ പിന്നെ മൂസ തന്റെ കൈകൾ ഉയർത്തിയതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇതിലേതായിരിക്കും? ഈ 7 കാരണങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്നെ വെക്കുക. ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന് കൃത്യമായ ഉത്തരം കിട്ടും. മൂന്നാമത്തെ ഭാഗം, അമാലേക്യരുടെ ചരിത്രപരമായ ശത്രുത. ഇസ്രായേൽ ജനതയും അമാലേക്യരും തമ്മിലുള്ള വളരെ ഇരുണ്ടതും രക്തരുക്ഷതവുമായ ആ ഹിസ്റ്ററി എന്തായിരുന്നുവെന്ന് നമുക്കിവിടെ പരിശോധിക്കാം. ഈയൊരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് അമാലേക്യരോട് ഇത്ര വലിയൊരു ശത്രുതയുണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലൂടെ വളരെ ക്ഷീണിതരും ദാഹാർത്തരുമായി യാത്ര ചെയ്യുകയായിരുന്ന ഇസ്രായേൽ ജനതയെ അമാലേക്യർ ആക്രമിക്കുകയാണ്. അതും യാതൊരുവിധ പ്രകോപനവുമില്ലാതെ വളരെ ക്രൂരമായി. ഈ ഒറ്റ സംഭവമാണ് പിന്നീട് നടന്ന എല്ലാറ്റിനും കാരണമായതെന്ന് സോഴ്സ് വ്യക്തമാക്കുന്നു. ഇതൊരിക്കലും വെറുമൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലെ ഈ വചനം. ശ്രദ്ധിച്ചു കേൾക്കുക. വഴിയിൽ വെച്ച് അമാലേക്യർ നിന്നോട് ചെയ്തതോർക്കുക. ആകാശത്തിൻ കീഴിൽ നിന്നും അമാലേക്യരുടെ ഓർമ്മ പോലും നീ മായ്ച്ചു കളയണം. ഈ വാക്കുകളിലെ ആ ഒരു തീവ്രത നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രത്യേക ജനതയോടുണ്ടായിരുന്ന അതികഠിനമായ വിരോധമാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒറ്റ സംഭവം എങ്ങനെയാണ് തലമുറകളോളം നീണ്ടുനിന്നതെന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നോക്കൂ, 1-ാം വർഷം മരുഭൂമിയിൽ വെച്ച് അമാലേക്യരുടെ യാതൊരു പ്രകോപനവുമില്ലാതെയുള്ള ആക്രമണം നടക്കുന്നു. പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരെ ഭാവിയിൽ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് മൂസ തന്റെ ജനത്തോട് കൽപ്പിക്കുന്നു. അതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷം അമാലേക്യരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശൗൽ രാജാവിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇത് വെറുമൊരു ശത്രുതയായിരുന്നില്ല, അതൊരു ശാപം തന്നെയായിരുന്നു. ഇനി നമ്മൾ ഈ അനാലിസിസിന്റെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് കടക്കുകയാണ്, ന്യായവിധിയുടെ അടയാളം. ഇതുവരെ നമ്മൾ കണ്ട ഡേറ്റയെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഉറപ്പായും ഈ ഭാഗം നിങ്ങളെ അത്ഭുതപ്പെടുത്തും.
ഈജിപ്തിൽ വെച്ച് മോസ തന്റെ കൈകൾ ഉയർത്തിയപ്പോഴൊക്കെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വെള്ളം രക്തമായി മാറിയപ്പോഴും ഇടിമുഴക്കവും കൽമഴയും ഉണ്ടായപ്പോഴും വെട്ടുക്കിളികളും അന്ധകാരവും ഈജിപ്തിനെ തകർത്തപ്പോഴുമൊക്കെ അദ്ദേഹം കൈകൾ ഉയർത്തിയിരുന്നു. അതായത് അനുഗ്രഹിക്കാനല്ല, മറിച്ച് വിനാശത്തിനും ന്യായവിധിക്കും വേണ്ടി മാത്രമായിരുന്നു ആ കൈകൾ ഉയർന്നതേ എന്ന് ഈ ചരിത്രം നമുക്ക് വളരെ കൃത്യമായി കാണിച്ചു തരുന്നു. നമ്മുടെ ഈ സോഴ്സ് മെറ്റീരിയലിലെ മറ്റൊരു സുപ്രധാന വചനം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. പുറപ്പാട് 14-ാം അധ്യായത്തിൽ പറയുന്നത് നോക്കുക. വെള്ളം ഈജിപ്തുകാരുടെ മേൽ തിരികെ വരാൻ നിന്റെ കൈ സമുദ്രത്തിനു മീതെ നീട്ടുക. ഈജിപ്ഷ്യൻ സൈന്യത്തെ ഒന്നടങ്കം സമുദ്രത്തിൽ മുക്കിക്കൊല്ലാൻ മൂസ തന്റെ കൈകളാണ് അവിടെ ആയുധമായി ഉപയോഗിച്ചത്. ദൈവക്രോധത്തിന്റെ അടയാളമായാണ് അദ്ദേഹത്തിന്റെ കൈകൾ ചരിത്രത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടത് എന്നതിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ ക്ലിയറാണല്ലേ? ഒരു വശത്ത് നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളുണ്ട്. അതായത് കൈകൾ ഉയർത്തിയത് പ്രാർത്ഥന, അപേക്ഷ അല്ലെങ്കിൽ അനുഗ്രഹം എന്നിവയ്ക്കാണെന്ന്. എന്നാൽ മറുവശത്ത് ഈ ഡേറ്റകളും ചരിത്ര പശ്ചാത്തലവും നമ്മളോട് പറയുന്ന യഥാർത്ഥാർത്ഥം ശ്രദ്ധിക്കുക. അത് കേവലം പ്രാർത്ഥനയായിരുന്നില്ല, മറിച്ച് ശത്രുതയുടെ, ശാപത്തിന്റെ, അതുപോലെ വിനാശകരമായ ദൈവിക ന്യായവിധിയുടെ അടയാളമായിരുന്നു. അതുകൊണ്ട് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ ഇതാണ്. അമാലേക്യരുമായുള്ള ആ യുദ്ധത്തിൽ മൂസ കൈകൾ ഉയർത്തിയത് ദൈവത്തോട് സഹായത്തിനു വേണ്ടിയുള്ള ഒരു യാചനയെ ആയിരുന്നില്ല, മറിച്ച് അമാലേക്യരെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനത്തോടുള്ള സമ്പൂർണമായ യോജിപ്പും ആ ശാപത്തിലുള്ള അദ്ദേഹത്തിന്റെ സജീവമായ പങ്കാളിത്തവുമായിരുന്നു അത്. ഓർമ്മയുണ്ടോ നമ്മൾ നേരത്തെ കണ്ട ആ 7 കാരണങ്ങൾ? അതിലെ 7-ാമത്തെ കാരണം, അതായത് ദൈവത്തിന്റെ തീരുമാനത്തോട് പൂർണ്ണമായും യോജിച്ച് ആമേൻ എന്ന് പറയുന്ന പ്രഖ്യാപനമായിരുന്നു അത്. അപ്പോൾ ഇത് നമ്മെ ചിന്തിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു ചെറിയ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആംഗ്യത്തിന്റെ പിന്നിലെ ആഴത്തിലുള്ള ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് പുരാതന ഗ്രന്ഥങ്ങളെ നമ്മൾ വായിക്കുന്ന രീതിയെ എത്രമാത്രം മാറ്റിമറിക്കുന്നുവെന്ന് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ? ഒറ്റ നോട്ടത്തിൽ വളരെ നിരുപദ്രവനരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ എത്ര ഗൗരവമേറിയ ചരിത്രവും ഡേറ്റയുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും ഈ അനാലിസിസ് നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. ഈ അറിവുകൾ തീർച്ചയായും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നന്ദി. നമുക്ക് വീണ്ടും കാണാം.